സർ, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032.62 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാങ്കേതിക ലോകത്തിന് അനുസൃതമായി ഉയർന്ന അക്കാഡമിക് നൈപുണ്യങ്ങളും കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന വിവിധ പദ്ധതികൾക്കായിട്ട് 27.5 കോടി രൂപ വകയിരുത്തുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനുള്ള പദ്ധതിക്ക് 5.15 കോടി. സർ, പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്കായി 14.8 കോടി രൂപ വിലയിരുത്തുന്നു. സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 33 കോടി രൂപ വകയിരുത്തുന്നു. സർ, സ്കൂളുകളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂളുകളുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. 6 മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യലായി പരിശീലനം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ DD, DEO, AEO അധ്യാപകർ തുടങ്ങിയവരുടെ പെർഫോമൻസും വിലയിരുത്തും. സർ, വ്യാജ വാർത്തകൾ ഉയർത്തുന്ന വെല്ലുവിളി തിരിച്ചറിഞ്ഞ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാലയങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന വ്യാപകമായി മാധ്യമ വിവര സാക്ഷരതാ പരിപാടി നടത്തിക്കൊണ്ടാണ് ഇത് അന്ന് പ്രതികരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡീപ്പ് ഫേക്ക് സാങ്കേതികവിദ്യയും നമ്മുടെ വിവര ഭൂപ്രകൃതിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. AI-യും അതിനനുബന്ധ സാങ്കേതിക വിദ്യകളും നമ്മുടെ രാഷ്ട്രീയത്തിനും സമൂഹത്തിനും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പരിശീലനം തുടരുന്നതിനും അടുത്ത തലമുറയിലെ മലയാളികളെ സജ്ജരാക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പിന് പ്രാഥമികമായിട്ട് 1 കോടി രൂപ നീക്കിവെക്കും. സർ, സ്കൂൾ കുട്ടികളുടെ സൗജന്യ യൂണിഫോം വിതരണം ചെയ്യുന്നതിന് 155.34 കോടി രൂപ വെക്കുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 15.34 കോടി രൂപ അധികമാണ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിക്കായിട്ട് 50 കോടി രൂപ വെക്കുന്നു. കൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 38.50 കോടി രൂപ മാറ്റിവെക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 75.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 52 കോടി രൂപ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയ്ക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയായ CH മുഹമ്മദ് കോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനത്തിന് 10 കോടി രൂപ മാറ്റിവെക്കുന്നു. SCERTയുടെ 2024-25 വർഷത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 21 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതമായി 55 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന പദ്ധതിക്കായി 340 കോടി രൂപ വിനിയോഗിക്കുന്നതാണ്. കേന്ദ്ര വിഹിതമായി 510 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടറേറ്റിനുള്ള സംസ്ഥാന സഹായമായി 14 കോടി വകയിരുത്തുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ ലഭ്യത ഉറപ്പാക്കുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 150 കോടി കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായ സംസ്ഥാന വിഹിതവും 232.14 കോടി രൂപ മുട്ടയും പാലും നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തുന്ന തുകയുമാണ്. പദ്ധതിയുടെ കേന്ദ്ര വിഹിതമായി 225 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സർ, എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് ഒരു വിദ്യാർത്ഥിയെ ബിരുദാനന്തര ബിരുദം വരെ പഠിപ്പിക്കുന്നതിനായി സർക്കാർ ചെലവഴിക്കുന്നത് 25 ലക്ഷം രൂപയോളമാണ്. മികച്ച തൊഴിലുകൾ സമ്പാദിക്കാനും വിദേശത്തുൾപ്പെടെ പോയി ജോലി നേടുന്നതിനും സഹായകരമാകുന്ന ഈ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും തങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധ പ്രകടിപ്പിച്ച് ചിലരെങ്കിലും സർക്കാരിനെ സമീപിക്കാറുണ്ട്. ഇപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകാൻ സന്നദ്ധയുള്ളവരെ സർക്കാർ സ്വാഗതം ചെയ്യും. എല്ലാവരും സഹായിക്കുന്ന നമ്മുടെ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു ഫണ്ടായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായി ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തും. ഫണ്ടിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് വിശദമായ രൂപം ഉണ്ടാക്കും. ഈ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കും. ഇതിനുള്ള സീഡ് ഫണ്ടായി 5 കോടി രൂപ വകയിരുത്തുന്നു.